ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ശനിയുടെ മാറ്റമാണ്. ശനി മാറുന്നു. ശനി എങ്ങനെ മാറുന്നു? ശനി നക്ഷത്രം മാറുന്ന സമയമാണ്. ഇപ്പോൾ ശനി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. അതും പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ് ശനി നിൽക്കുന്നത്. മീനൻ രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. എന്നാൽ 2026 ജനുവരി 20 രാവിലെ 10:56 ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് ശനി മാറുകയാണ്. ശനി സംക്രമിക്കുകയാണ്. ഒരു രാശിയിൽ തന്നെ നിന്നുകൊണ്ട് ആ രാശിയിലെ ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. അപ്പൊ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ ശനി ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറും. അപ്പൊ അത് എല്ലാ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ തന്നെ ആ രാശിയിലുള്ള നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ശനിയും അതേപോലെ സഞ്ചരിച്ച് ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്ന് ഉത്രട്ടാതിയിലേക്ക് മാറുകയാണ്. അപ്പൊ ജനുവരി 20 ഈ നക്ഷത്രമാറ്റം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വന്തം നക്ഷത്രമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വന്തം നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി ശനി നിൽക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി ബലവാനായി വരുന്ന ഒരു സമയം. ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ആ രാശിയിലെ നക്ഷത്രക്കാർക്ക് 7ാം ശനിയുടെ മധ്യഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മീനൻ രാശിയിലെ നക്ഷത്രക്കാർക്ക്. അപ്പൊ മീനൻ രാശി തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രവും വരുന്നത്. അതായത് പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്നത്. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി ഇപ്പോൾ മാറി, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്ന് ശനി മാറി ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി ഇനി രേവതി നക്ഷത്രത്തിലേക്ക് മാറും. അത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ശനിയുടെ സ്വന്തം നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രം. അപ്പൊ നക്ഷത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ആ നക്ഷത്രത്തിനും മറ്റു ചില നക്ഷത്രക്കാർക്കും ഏറ്റവും ഗുണകരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അപ്പൊ ശനി സ്വന്തം നക്ഷത്രത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനി ദോഷം തീർക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 7ാം ശനി ദോഷവും ഇവർക്ക് മാറിക്കിട്ടുന്നതാണ്. അപ്പൊ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നതിനാൽ ഉപജയസ്ഥാനങ്ങളിൽ വരുന്ന ഭാവങ്ങളിൽ ശനി വരുന്ന നക്ഷത്രക്കാർക്ക്, അതായത് ഉപജയഭാവങ്ങളിൽ ശനി വരുന്ന നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഈ ശനിയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഇടവൻ രാശിക്കാരുടെ 11ലേക്കാണ്, അതായത് 3, 6, 11 ഭാവങ്ങളാണ് ഉപജയഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ശനി ഉപജയഭാവങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഗുണം വരുന്നത്. അപ്പൊ അതിലെ ഇടവൻ രാശിക്കാർക്ക് ശനി 11ലേക്കാണ് വരുന്നത്, 11ാം ഭാവത്തിലേക്ക്. അപ്പൊ 11 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, വരം. ഇത് ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ ശനിദോഷങ്ങൾ മാറുന്ന ഒരു സമയമാണ് വരുന്നത്. അപ്പൊ 11 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ വരവ് കൂടുതലുണ്ടാവും, വരുമാനം കൂടുതലുണ്ടാവും ഇവരെ സംബന്ധിച്ച്. ഈ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം വളരെ ഗുണം ചെയ്യും. അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മുതിർന്നവരിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും എല്ലാം ഇവർക്ക് സഹായം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് വരുന്നത്. ഇവരുടെ ശനിദോഷവും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ 11ാം ഭാവത്തിൽ വരുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി തുലാൻ രാശിക്കാർ, ഇവർക്ക് ശനി 6ാം ഭാവത്തിൽ വന്നു. ഉപജയഭാവങ്ങളായ 6ാം ഭാവത്തിലേക്കാണ് വരുന്നത്.
അപ്പൊ തുലാം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വരുന്നത്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, രചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രങ്ങൾ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ ശത്രു തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ്. കാരണം 6ാം ഭാവം രോഗത്തിന്റെയും ശത്രുവിന്റെയും ഭാവമാണ്. ആ ഭാവത്തിലേക്കാണ് ശനി ബലവാനായി കടന്നു വരുന്നത്. ഇവരുടെ ശത്രുദോഷങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമയം. ശനി ദോഷങ്ങളും ഇവരിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇവരിൽ നിന്നും വിട്ടകന്നു പോകുന്നതാണ്. വളരെ കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരുടെ ആ രോഗങ്ങൾ, പ്രത്യേകിച്ച് ന്യൂറോ സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ അല്ലെങ്കിൽ വാത രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാം രോഗങ്ങൾ ഇവരിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. മത്സരങ്ങളിൽ വിജയിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇവർ. ഇനി മകരൻ രാശി. അപ്പം മകരൻ രാശി ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം വര. ഇവർക്ക് ശനി 3ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3, 6, 11 ഉപജയഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ ശനി വരുന്ന നക്ഷത്രക്കാർക്കുള്ള ഗുണങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മകരൻ രാശി ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം വര. ഇവർക്ക് ശനി 3ാം ഭാവത്തിൽ വരുന്നു. ആത്മധൈര്യം കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. എന്ത് കാര്യത്തിനും ധൈര്യവും അതേപോലെ തന്നെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ വരുന്ന ഒരു സമയം. സഹോദരന്മാരിൽ നിന്നും ഗുണം കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതേപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ പുതിയ മാറ്റങ്ങൾ ഇവർക്ക് സാധിക്കാവുന്ന ഒരു സമയവും കൂടിയാണ് കടന്നു വരുന്നത്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കും. കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അതുകൂടാതെ ദൂരയാത്ര ശുഭകരമാവുന്നതാണ്. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ശുഭകരമായി, ആ യാത്ര ശുഭകരമായി മാറുകയും ചെയ്യും. ഇതുകൂടാതെ രോഹിണി, അത്തം, തിരുവോണം ഞാൻ നേരത്തെ പറഞ്ഞു ഉപജയഭാവങ്ങളിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ അതുകൂടാതെ രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രക്കാർക്ക്, അതായത് ശനിയുടെ ഇവരുടെ സാധക നക്ഷത്രത്തിലാണ് ശനി വരുന്നത്. ഈ രോഹിണി, അത്തം, തിരുവോണം ഈ സാധക നക്ഷത്രത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടും. പ്രവർത്തികളിൽ ഇവർക്ക് വിജയം ഉണ്ടാവും. കാര്യവിജയങ്ങളുണ്ടാവും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് കർമ്മ പുരോഗതി കിട്ടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഈ രോഹിണി, അത്തം, തിരുവോണക്കാർക്കും ഈ ശനിയുടെ നക്ഷത്രമാറ്റം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. അവരുടെ ശനിദോഷങ്ങളും അവരിൽ നിന്നും അകന്നു പോകുന്നതാണ്. പ്രവൃത്തി വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക്. ഇനി ശനി ഭരണി, പൂരം, പൂരാടം. ഇവർക്ക് ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാർ അവരുടെ ശനിയുടെ ക്ഷേമ നക്ഷത്രങ്ങളിലൂടെയാണ് ഇവരുടെ ശനിയുടെ സഞ്ചാരം. ഈ ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്ര ശനിയുടെ ക്ഷേമ നക്ഷത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ശനിയുടെ ഈ സഞ്ചാര നിമിത്തം ഇവർക്ക് ഈ ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനവും ധനനേട്ടങ്ങളും അതേപോലെ തന്നെ സന്തോഷവും ഐക്യവും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. ഇതുകൂടാതെ ഇവരെ സംബന്ധിച്ച് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അത് കർക്കിടകക്കൂറുകാർക്കാണ്. കർക്കിടകക്കൂറുകാർക്ക് അവരുടെ 9 ഭാഗ്യസ്ഥാനത്താണ് ഇപ്പൊ ശനി സഞ്ചരിക്കുന്നത്. പുണർതങ്കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ 9ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇവരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്.
മുടങ്ങിപ്പോയ പല കാര്യങ്ങളും അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് വിജയം കൈവരുന്ന ഒരു സമയമാണ്. ഭാഗ്യക്കുറി, ലോട്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം കിട്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ശനിയുടെ ഈ നക്ഷത്രമാറ്റം. അപ്പോൾ ഈ ശനിയുടെ നക്ഷത്രമാറ്റം പല നക്ഷത്രക്കാരെ സംബന്ധിച്ച്, ശനിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല നക്ഷത്രക്കാരെ സംബന്ധിച്ചും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. അതായത് ജനുവരി 20 രാവിലെ 10:56 ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറി. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.